നമസ്കാരം, എല്ലാവർക്കും ശ്രീ വെങ്കടേശ്വര ആസ്ട്രോ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളുടനെ ഈ ചാനലിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കുംഭക്കൂറുകാരെ കുറിച്ചാണ്. അവിട്ടത്തിൻ്റെ അവസാന അരയും അരഭാഗവും ചതയവും പൂരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുണ്ടാവുക. കുംഭക്കൂറുകാർക്ക് 7.5 ശനി കാലഘട്ടമാണ്. ശനി 2ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ശാസ്താവിനെ സ്ഥിരമായി ഉപാസിക്കുക, ഒരിടത്ത് ഉറച്ചു നിൽക്കുക. ചഞ്ചലമായ മനസ്സ് എല്ലാ കാര്യങ്ങളും തടസ്സവും താമസവും സൃഷ്ടിക്കുന്നതായിരിക്കും. ഈശ്വര ചിന്ത ശക്തമാക്കണം. സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. നല്ല പെരുമാറ്റത്തിലൂടെ സ്നേഹം പിടിച്ചു പറ്റാൻ ശ്രമിക്കുക. അപമാനത്തിന് ഇടയുള്ളതിനാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് പരമാവധി ഒഴിവാക്കുക. കുടുംബ ജീവിതത്തിലെ വൈഷമ്യങ്ങൾ പെരുപ്പിക്കാതെ ക്ഷമയോടെ അതിനെ നേരിടാൻ ശ്രമിക്കുക. മുൻകോപത്തെ കുറയ്ക്കുക. ഒരാൾ എന്താണ് പറയുന്നത് എന്നുള്ളത് കൂടുതൽ ശ്രദ്ധിച്ച് കേട്ട് അതിനനുസരിച്ച് അഭിപ്രായം പറയുക. ദാമ്പത്യത്തിൽ തെറ്റിദ്ധാരണ ഒഴിവാക്കാവുന്നതാണ്. ദുർചിന്തകൾ ഒഴിവാക്കിയാൽ എവിടെയും വിജയിക്കാനാവും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കും. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ 2 തവണ ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് പറയുക. കാരണം 7.5 ശനി സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വന്നിട്ട് ദാമ്പത്യത്തിൽ അപ്പോൾ എന്താ പറയുക, വേറെ അന്യപുരുഷരുമായി അന്യ സ്ത്രീകളുമായ ബന്ധങ്ങളുണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൂടെ നിങ്ങളുടെ ദാമ്പത്യങ്ങൾ തകരുവാനുള്ള സാധ്യതകൾ കാണുന്നു. പണം വാങ്ങുന്നതും കൊടുക്കുന്നതും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം പണം വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അഥവാ നിങ്ങളുടെ പണം വേറൊരുത്തർക്ക് കൊടുത്താൽ അത് കേസ് മൂലവും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് പറഞ്ഞ് 7.5 ശനി കാലഘട്ടമാണ്. അപ്പോൾ ലഗ്നേ വയ്യേ വ്യക്തമെന്ന 7.5 ശനി ബാധിച്ച് സ്ഥാനമാന വിനാശഞ്ച ഭാര്യ ബദ്ധവിരോധ സ്വഗൃഹേ കലഹം ഗുരാൽ വക്പാരുഷ്യബന്ധനം ദേശാന്തരേഷു ഗമ്യസ്യാൽ വാതരോഗം ഭവേന്ദ്രണ എന്നുള്ളതാണ് അതിൻ്റെ ഫലം. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ശനിയാഴ്ച ദിവസങ്ങൾ വ്രതം നോറ്റ് ശനീശ്വര മന്ത്രം ജപിക്കുക. കാക്കയ്ക്ക് എള്ളും പച്ചരിച്ചോറും കൊടുക്കുന്നതും വികലാംഗർക്കോ അല്ലെങ്കിൽ വയോധികർക്കോ രോഗികൾക്കോ ഇവരെ സഹായിക്കുക. ശാസ്താവെങ്കിൽ അല്ലെങ്കിൽ ഹനുമ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കാലഭൈരവ ക്ഷേത്ര ദർശനം ഇവ ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. കരിക്കാഭിഷേകം ശനി ദുരിതശാന്തിക്കും ആരോഗ്യവർദ്ധനവും ഉത്തമമാണ്. ശാസ്താവിനെ നെയ്യഭിഷേകം അല്ലെങ്കിൽ നെയ് ദീപം പാപശാന്തിക്ക് ഉത്തമമാണ്. നീലാഞ്ജനം ചെയ്യുന്നതും ഭസ്മാഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ്. വിദ്യാവിജയത്തിനും വിഘ്ന നിവാരണത്തിനും ത്വക്ക് രോഗശാന്തിക്കും നന്നായിരിക്കും. അയ്യപ്പ ക്ഷേത്രങ്ങൾ നീരാഞ്ജനം തെളിയിക്കുന്നതും എള്ള് പായസം എന്നിവ അഭിഷ്ടസ്ഥിതിയാണ്. പാപശാന്തി എന്നിവയ്ക്കെല്ലാം ഉത്തമം തന്നെയാണ് എന്ന് പറയുന്നു. നീലശംഖ പുഷ്പാർച്ചന ശനി ദോഷ നിവാരണത്തിന് അതിവിശേഷമാണ് എന്നുള്ളതെല്ലാം പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹനുമ ക്ഷേത്ര ദർശനം, വെറ്റിലമാല, വടമാല നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങളുടെ കുലദൈവത്തിനെ പ്രീതിപ്പെടുത്തുക. ദിവസവും ദീപം കൊളുത്തി ശനീശ്വര മന്ത്രം ജപിക്കുന്നതും വളരെ ഗുണങ്ങൾ ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.